നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ ലീഗ് സ്വതന്ത്രൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്ത സംഭവം. കൂറുമാറാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് പറയുന്ന ശബ്ദരേഖയിൽ വിവാദം. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ വിജിലൻസിന് പരാതി നൽകി. പരാതിമേൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച വിജിലൻസ്. വടക്കാഞ്ചേരിയിൽ ജാഫർ മാഷിന് തെറ്റുപറ്റിയതല്ല എന്ന് വ്യക്തമാക്കുന്ന സംഭാഷണമാണ് പുറത്തുവന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. CPMന്റെ ഉന്നതരായ നേതാക്കൾ അറിയാതെ ഇത്തരം നീക്കം നടക്കില്ലെന്നും അധികാരം തലക്കി പിടിച്ച CPM എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും OJ ജനീഷ്. വടക്കാഞ്ചേരിയിലെ 50 ലക്ഷം കോഴ വിവാദം ശുദ്ധ അസംബന്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ജില്ലയിലെ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് കോഴ വിവാദമെന്നും അബ്ദുൾ ഖാദർ. മദ്യക്കമ്പനിക്ക് ഒത്താശ ചെയ്യുന്നവരെ ജനം ആട്ടി ഓടിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനത്തിൽ നിന്ന് അടി കിട്ടിയിട്ടും സർക്കാരും മുഖ്യമന്ത്രിയും ഒന്നും പഠിച്ചിട്ടില്ലെന്നും PJ ജോസഫ്. ബ്രൂവറിക്കെതിരെ ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധ സമരം എലപ്പുള്ളിയിൽ. വാൽപ്പാറയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം. തോട്ടം തൊഴിലാളിയുടെ വീടിന്റെ ജനലും വാതിലും കാട്ടാന തകർത്തു. വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് കാട്ടാനയെ തുരത്തി. കുളപ്പള്ളി IPT മുതൽ പട്ടാമ്പി നിള ആശുപത്രി വരെയുള്ള പാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ജനുവരി 3 മുതൽ 5 വരെ നേരത്തെ പ്രഖ്യാപിച്ച ഗതാഗത നിയന്ത്രണം മാറ്റിവെച്ചതായി അധികൃതർ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിൽ ലീഗ് സ്വതന്ത്രൻ LDFന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത സംഭവം. കൂറുമാറാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് പറയുന്ന ശബ്ദരേഖയിൽ വിവാദം. ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ മാസ്റ്ററുടെ പേരിലാണ് ശബ്ദരേഖ പ്രചരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ വിജിലൻസിന് പരാതി നൽകി. പരാതിമേൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ലീഗ് സ്വതന്ത്രനായ ജാഫർ മാസ്റ്റർ നേരത്തെ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചിരുന്നു. പാർട്ടി നടപടി വന്നതിന് പിന്നാലെയായിരുന്നു വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചത്. ഭരണം പിടിക്കാൻ CPIM നേതൃത്വം 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫയോട് സംസാരിച്ചതാണ് ഫോൺ സംഭാഷണം എന്ന് കോൺഗ്രസ്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്, 1-2 റുപ്യ അല്ല. ഇതൊക്കെ ഇയാണ് എന്റെ കണ്ണ് മഞ്ഞളിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാൽ മതി. വടക്കാഞ്ചേരിയിലെ വോട്ടിന് 50 ലക്ഷം വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പണം വാഗ്ദാനം ചെയ്ത പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം. കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റായ PA ഷാനവാസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ജാഫർ മാസ്റ്റർ ശബ്ദരേഖ പുറത്തുവന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കരെ DGPക്കും വിജിലൻസ് ഡയറക്ടർക്കും നൽകിയ പരാതിയിലാണ് നടപടി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 7 സീറ്റുകൾ വീതമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു നേതാവ് ജാഫറിനെ വിളിച്ചു പറയുകയാണ്, ജാഫർ അനക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടോ, അവിടെ ഒരു പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എന്നുള്ളത്. എന്തിനാണ് ആ ഒരു CPMന്റെ നേതാവ് അങ്ങനെ പറയുന്നത്? അതുപോലെ തന്നെ ഇവൻ പല ആളുകളോടും എനിക്ക് 50 ലക്ഷം രൂപ ഓഫറുണ്ട്, അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആവാൻ എനിക്ക് ഓഫറുണ്ട് എന്നുള്ളത് ഇവൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിരുന്ന തെളിവുകളുണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവ മാറുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വരുന്നതാണ് അന്ന് ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 7 ബ്ലോക്ക് മെമ്പറുമായി ഒരുമിച്ചിരുന്ന് രാത്രി 8 മണിക്കാണ് ഷാനവാസ് ജാഫറിനെ വീട്ടിലേക്കാക്കുന്നത്. അതുപോലെ തന്നെ വോട്ടിൻ്റെ അന്ന് ഒരുമിച്ച് ഇരുന്നിട്ട് അത്രയും ഒരു ബന്ധം നടത്തി പോകുമ്പോൾ ഇങ്ങനൊരു ചതി അവൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. UDFും LDFും നേടിയത്. വടക്കാഞ്ചേരിയിൽ ജാഫർ മാഷിന് തെറ്റുപറ്റിയതല്ല എന്ന് വ്യക്തമാക്കുന്ന സംഭാഷണമാണ് പുറത്തുവന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. CPMന്റെ ഉന്നതരായ നേതാക്കൾ അറിയാതെ ഇത്തരം നീക്കം നടക്കില്ലെന്നും അധികാരം തലക്കി പിടിച്ച CPM എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും ജനീഷ് പറഞ്ഞു. 50 ലക്ഷം രൂപ കരുവന്നൂരിലെ തൊണ്ടി മുതലാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജനീഷ് ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണക്കെട്ടുകളുമായി ജയിച്ചു വരുന്ന ജനപ്രതിനിധികളെ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ സമാനമായ ഒന്ന്
ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന കേരളത്തിലെ CPM ഉൾപ്പെടെ CPMൻ്റെ നേതാക്കന്മാരാരും അവിടെ വിലക്കെടുക്കപ്പെടാറില്ല, ആരും തന്നെ വില കൽപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലും ഉണ്ടാകാറുമില്ല. പക്ഷേ കേരളത്തിനകത്ത് CPM ഇത്തരത്തിലൊരു സമീപനം നടത്തുന്നെന്ന് പറയുമ്പോൾ അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിൽ ഇത്തരത്തിലൊരു സമീപനം നടത്തുമെന്ന് പറയുമ്പോൾ എവിടെയാണ് ഇന്ന് അധികാരം തലയ്ക്ക് പിടിച്ച, അധികാരത്തിൻ്റെ എല്ലാ സുഖശീതളമായ സൗകര്യങ്ങളും തലയ്ക്ക് പിടിച്ച CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലെ 50 ലക്ഷം കോഴ വിവാദം ശുദ്ധ അസംബന്ധമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് കോഴ വിവാദമെന്നും ജില്ലാ സെക്രട്ടറി. തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് ചെന്നുപെട്ട അപമാനകരമായ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് വാർത്തകൾ വഴിതിരിച്ചു വിടാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന UDFൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരവേല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വളരെ സത്യസന്ധമായിട്ട് പറയാം, അത്തരത്തിൽ ഒരു ശ്രമവും ഈ ജില്ലയിൽ സംസ്ഥാനത്ത് ഒരിടത്തും ഞങ്ങൾ നടത്തിയിട്ടില്ല. മദ്യക്കമ്പനിക്ക് ഒത്താശ ചെയ്യുന്നവരെ ജനം ആട്ടി ഓടിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനത്തിൽ നിന്ന് അടി കിട്ടിയിട്ടും സർക്കാരും മുഖ്യമന്ത്രിയും ഒന്നും പഠിച്ചിട്ടില്ലെന്നും PJ ജോസഫ്. എലപ്പുള്ളി മണ്ണുകാട് ബ്രൂവറിക്കെതിരെ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള കോൺഗ്രസ് ചെയർമാൻ. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും പ്രവർത്തിക്കുന്നത് ഒയാസിസ് കമ്പനിയുടെ സിഇഒമാരെ പോലെയാണ്. ഇനിയൊരു പ്ലാച്ചിമട കേരളത്തിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ല. ശുദ്ധജലത്തിനും മണ്ണിനും വേണ്ടിയുള്ള മണ്ണുകാട്ടെ ജനതയുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകി കോടതി അനുമതി റദ്ദാക്കിയെങ്കിലും ഇടതുപക്ഷവും മദ്യക്കമ്പനി അധികൃതരും ഇനിയും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതിന് ജീവൻ കൊടുത്തു നേരിടുമെന്നും PJ ജോസഫ് MLA പറഞ്ഞു. ഇനി വേണമെങ്കിൽ എല്ലാ പഠനങ്ങളും നടത്തി ഇത് ഭൂമിക്കും മണ്ണിനും ഒന്നും പ്രശ്നമുണ്ടാക്കില്ല എന്ന് വന്നാൽ അപ്പോൾ ആലോചിക്കാം. പക്ഷേ ഈ ഇത്രമാത്രം ജലദൗർലഭ്യമുള്ള ഒരു സ്ഥലത്ത് ഈ ഗ്രൗണ്ട് വാട്ടർ ചൂഷണം ചെയ്താൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, ഭൂകമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത് കണക്കിലെടുക്കുമ്പോൾ ഒരടി മുന്നോട്ട് പോകാൻ പാടില്ല. തെറ്റായ ഒത്തിരി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് പിന്മാറണം. VK ശ്രീകണ്ഠൻ MPക്കൊപ്പം എലപ്പുള്ളി മണ്ണുകാട്ടുകാരുടെ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി ഇടപെടലുണ്ടാകുമെന്നും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA, ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ, നേതാക്കളായ KV കണ്ണൻ, K ശിവരാജേഷ്, S ജയകൃഷ്ണൻ, തോമസ് ജേക്കബ്, മാധവ് വാര്യർ, MB രാമചന്ദ്രൻ നായർ, ചാർലി മാത്യു, TK വത്സൻ, VA ബെന്നി, NV സാബു, VK വർഗീസ്, K രേവതി ബാബു, D രമേശ്, A ജാഫർ അലി, B രാജേന്ദ്രൻ നായർ, S സുന്ദരരാജൻ, PV ഹാൻസൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാൽപ്പാറയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം. തോട്ടം തൊഴിലാളിയായ ഗുരുസ്വാമിയുടെ വീടിന്റെ ജനലും വാതിലും കാട്ടാന തകർത്തു. വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് കാട്ടാനയെ തുരത്തി. കുളപ്പള്ളി IPT മുതൽ പട്ടാമ്പി നിള ആശുപത്രി വരെയുള്ള പാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ജനുവരി 3 മുതൽ 5 വരെ പ്രഖ്യാപിച്ച ഗതാഗത നിയന്ത്രണം മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് നേരത്തെ നിശ്ചയിച്ച തീരുമാനത്തിൽ നിന്നും മാറ്റം വരുത്തിയതായി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ ഗുരുവായൂർ റോഡ് വരെ രാത്രികാലങ്ങളിൽ റോഡ് പ്രവർത്തികൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച മുതൽ ഭാഗികമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ആ സമയങ്ങളിൽ പട്ടാമ്പി മുതുതല കൊപ്പം റോഡ് യാത്രാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. ഷൊർണൂരിൽ തകർച്ചയിലായ പാതയിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. പൊതുവാൾ ജംഗ്ഷൻ മുതൽ കുളപ്പള്ളി വരെയുള്ള പാതയിലെ അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഷൊർണൂരിൽ പാതയിലെ തകർച്ച വിട്ടുമാറുന്നേയില്ല. മിക്ക സമയങ്ങളിലും തകർച്ച മാത്രം. ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണികളും നടക്കും. അടുത്തിടെ തകർച്ച പരിഹരിച്ച പാതയിലാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. PWയുടെ നേതൃത്വത്തിലാണ് പാത നവീകരണം നടപ്പാക്കുന്നത്. പഴയ കരാറുകാരനെ കൊണ്ട് തന്നെയാണ് വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി വരുന്നത്. ഇക്കഴിഞ്ഞ 3 ദിവസം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പൊതുവാൾ ജംഗ്ഷൻ മുതൽ ടൗണിലൂടെ ബസ് സ്റ്റാൻഡ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിലെ പ്രധാന തകർച്ച നേരിട്ട സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു.
ഈ പ്രവൃത്തികൾ പൂർത്തിയായതിനു പിന്നാലെയാണ് പൊതുവാൾ ജംഗ്ഷൻ മുതൽ കുളപ്പുള്ളി വരെയുള്ള തകർച്ച നേരിട്ട ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂരിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കു സ്വീകരണം നൽകി. KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 24 ജനപ്രതിനിധികൾക്കുമുള്ള സ്വീകരണം നൽകിയത്. ഓങ്ങല്ലൂരിലെ ഗ്രാൻഡ് ഇവന്റ് സെന്ററിൽ നടന്ന സ്വീകരണ പരിപാടി KVS ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വലിയ ഉയർന്ന സ്ഥാനം രാജ്യത്ത് അവകാശപ്പെടാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ നാട് ആ ഒരു തലത്തിലേക്ക്, ആ മികച്ച ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേർന്നതിന്, ആ നേട്ടം കൈവരിച്ചതിന്റെ പുറകിൽ അത് അവകാശപ്പെടാൻ കഴിയും. ആ നേട്ടം അവകാശപ്പെടാൻ കഴിയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ അവകാശം അവരുടെ സ്വന്തമായ നേട്ടമാണ് എന്ന് വിലയിരുത്താൻ കഴിയും. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തു വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, പട്ടാമ്പി യൂണിറ്റ് ട്രഷറർ അബുലൈസ്, വ്യാപാരി നേതാക്കളായ സന്തോഷ് മരുദൂർ, രവീന്ദ്രൻ, മുത്തുക്ക തുടങ്ങിയവരും ജനപ്രതിനിധികളും സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മൂലൂർക്കര അംഗൻവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 35-ാം നമ്പർ മൂലൂർക്കര അംഗൻവാടിക്കാണ് സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അതായത് 2027 അടുത്ത വർഷം പിറക്കുന്നതിന് മുമ്പ് 100% എല്ലാ അംഗൻവാടികളും സൗകര്യമുള്ളതായിട്ട് ഇവിടെ മാറുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അംഗൻവാടിയുടെ നിർമ്മാണം ആരംഭിക്കുക മാത്രമല്ല, ഒരു പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടവും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അവസാനവട്ട ചടങ്ങ് അല്ലെങ്കിൽ ഒരു പരിസമാപ്തിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എന്നതാണ് നമുക്ക് പ്രത്യേകത. അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ സുബ്രഹ്മണ്യനെ ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിച്ചു. മുഹമ്മദ് മുഹസിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ PK പ്രസന്ന, മെമ്പർ PV സത്യജിത്ത്, അബ്ദുൾ റസാഖ്, ദേവദാസ്, AM നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാലയിൽ KSEB ഇലക്ട്രിക്കൽ സെക്ഷൻ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ റാലി സംഘടിപ്പിച്ചു. റാലി ചീഫ് സുരക്ഷാ കമ്മീഷണർ MA പ്രവീൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഏത് വിഭാഗം ആളുകൾക്കാണ് എന്ന് പരിശോധിക്കുമ്പോൾ അത് അപകടങ്ങൾ തന്നെ 2 രൂപത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലൈനുകൾ, ട്രാൻസ്ഫോമറുകൾ എന്നിവയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതേസമയം വീടുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ പ്രിമിസ് ആക്സിഡന്റ് എന്ന് പറയും. അത്തരം 2 വിഭാഗം അപകടങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. നെറ്റ്വർക്കിൽ നിന്ന്, ലൈനുകളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ ശ്രദ്ധ അർഹിക്കുന്ന ഒരു മേഖലയാണ്. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ TC ഗിരിജ, ചിറ്റൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രദീപ്, ഷീബ ഇവാൻസ്, പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് കുമാർ, പറളി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിയ, പത്തിരിപ്പാല സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ K പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് KSEB ഇലക്ട്രിക്കൽ സെക്ഷൻ ജീവനക്കാരും കരാർ തൊഴിലാളികളും ചേർന്ന് പ്രതീകാത്മക സുരക്ഷാ വലയം തീർത്തു. പത്തിരിപ്പാല സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സന്നദ്ധ സംഘടനകൾ, ജീവനക്കാർ, ഗ്രാമപഞ്ചായത്തുകൾ, വ്യാപാരി വ്യവസായി, വയറിംഗ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, കേബിൾ TV ഓപ്പറേറ്റർമാർ, റെസിഡൻസ് അസോസിയേഷനുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ റാലിയിൽ അണിനിരന്നു. മൗണ്ട് സീന സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച കോൽക്കളി, ചന്ദനപ്പുറം ടീം കുട്ടികൾ അവതരിപ്പിച്ച ദഫ്മുട്ട്, സദനം സെൻട്രൽ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ് വാദ്യം മുതലായവ റാലിക്ക് അകമ്പടിയായി. വൈദ്യുതി ലൈനിനരികെ തോട്ടി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തിന്റെ ഭീകരത കാണിക്കുന്ന നിശ്ചല ദൃശ്യം കാണികൾക്ക് നവ്യാനുഭവം പകർന്നു. റാലി ചന്ദനപുരം ടൗൺ ചുറ്റി നഗരിപുറത്ത് പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. സുരക്ഷാ അവബോധം ജനങ്ങളിൽ എത്തിക്കാനാണ് പുതുവത്സരപ്പിറവിൽ സുരക്ഷാ റാലി സംഘടിപ്പിച്ചതെന്ന്
AE പ്രേംകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പങ്കെടുത്ത ഉന്നത ഉദ്യോഗസ്ഥർ പത്തിരിപ്പാല KSEB AEയെയും ജീവനക്കാരെയും നാട്ടുകാരെയും അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ BRCയുടെ നേതൃത്വത്തിൽ ജൽസ ദ്വിദിന ഭിന്നശേഷി സഹവാസ ക്യാമ്പിന് കണിയമ്പുറം ഫിഷാരഡീസ് കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി. പി മാമിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി മാറാനും ആ സംവിധാനങ്ങളിലേക്ക് തങ്ങളുടെ കുട്ടികളെ എത്തിച്ചു കൊടുത്താൽ അവരെ വേണ്ട വിധം പരിചരിക്കാനും അവരെ ശ്രദ്ധിക്കാനും അവരെ അക്കാദമിക് തലത്തിലുള്ള അവരുടെ മികവുകളും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഏർപ്പാടുകളും അതോടൊപ്പം തന്നെ അവർക്ക് താല്പര്യമുള്ള മേഖലകളിൽ അവർക്ക് പാടാൻ കഴിയുമെങ്കിൽ പാട്ട് പാടുക, കവിത ചൊല്ലുക, അതുപോലെ തന്നെ പ്രഭാഷണം നടത്തുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഷാഹുൽ ഹമീദ്, റീൻഷ ഫാത്തിമ എന്നിവരെ അനുമോദിച്ചു. ഷൊർണൂർ BRC CBPC M. ബിന്ദു, PT അംഗം C. രേഖ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ V. പ്രസീത എന്നിവർ സംസാരിച്ചു. മഞ്ഞുരുക്കൽ, ജുവൽസ് മേക്കിംഗ്, വിവിധയിനം കളികൾ, പഠന വിനോദയാത്ര, LED ബൾബ് നിർമ്മാണം, പാഴ്വസ്തുക്കളിൽ നിന്നുള്ള ഉപകരണ നിർമ്മാണം തുടങ്ങിയവയാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ചുടുവാൽത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ എയർഫോഴ്സ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഡോക്ടർ മിഥില ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു അതിഥിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, ഈ മൈത്രി കുടുംബത്തിലെ ഒരു അംഗമായി തന്നെയാണ്. മുൻ വർഷങ്ങളിലെല്ലാം ഒരു മുടക്കവും കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു ഉദ്ഘാടക എന്ന നിലയിൽ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇങ്ങനെയൊരു ബഹുമതി എനിക്ക് നൽകിയതിന് അസോസിയേഷൻ ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ എനിക്ക് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് എന്ന പദവി ലഭിച്ചതാണ് ഈ ഒരു അവസരത്തിലേക്ക് നയിച്ചത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ സൈന്യത്തിൽ ലഭിച്ച അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില ഗുണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് കൃത്യനിഷ്ഠയാണ്. സൈന്യത്തിൽ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രസിഡന്റ് AT രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലറായ K. വിനോദ്, A. പ്രദീപ്, മുൻ കൗൺസിലർ KM ലത, സിനിമാ സീരിയൽ സംവിധായകൻ മനോജ് ഗണേഷ്, സെക്രട്ടറി VR സതീഷ്, ഫാദർ സെബാസ്റ്റ്യൻ, സിസ്റ്റർ നിർമ്മല, സതീഷ് കിരിയത്ത്, PV സരോജിനി അമ്മ, KK ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ K. വിനോദ്, A. പ്രദീപ്, മുൻ കൗൺസിലർ KM ലത എന്നിവരെ ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒന്നും പറയേണ്ട പണിയട്ടാ. എന്താ ഇയാള് പുറത്തേക്ക് പോയിട്ട് അടിച്ച് ഫിറ്റായിട്ട് വന്നിരിക്കാണ് ഓടില്ലാണ്ടിരിക്കണ നോക്ക്. ഇയാളെ തല പൊന്തിട്ട് നോക്കിയത് കുറച്ചോണ്ടിരിക്കുന്നു. നിങ്ങളെ കുട്ടിക്ക് ഇതിനെ പെണ്ണാൻ വേണ്ടിയിട്ട് നാളെ ഒരു പാർട്ടി വരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മങ്കര NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭന്റെ 149ാം ജന്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ പതാക ഉയർത്തലോടെയായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് ആചാര്യന്റെ ഛായാചിത്രത്തിനു മുന്നിൽ ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തി. കരയോഗം വൈസ് പ്രസിഡന്റ് ശിവദാസ് ശാരദാലയം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കരയോഗം കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സമാജം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. മധുരവിതരണവും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരിയിൽ ലീഗ് സ്വതന്ത്രൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്ത സംഭവം. കൂറുമാറാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് പറയുന്ന ശബ്ദരേഖയിൽ വിവാദം. കോൺഗ്രസ് നേതാവ് അനിലക്കരെ വിജിലൻസിന് പരാതി നൽകി. പരാതിമേൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച വിജിലൻസ്. വടക്കാഞ്ചേരിയിൽ ജാഫർ മാഷിന് തെറ്റുപറ്റിയതല്ല എന്ന് വ്യക്തമാക്കുന്ന സംഭാഷണമാണ് പുറത്തുവന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. CPMന്റെ ഉന്നതരായ നേതാക്കൾ അറിയാതെ ഇത്തരം നീക്കം നടക്കില്ലെന്നും അധികാരം തലക്കി പിടിച്ച CPM എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും OJ ജനീഷ്. വടക്കാഞ്ചേരിയിലെ 50 ലക്ഷം കോഴ വിവാദം ശുദ്ധ അസംബന്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ജില്ലയിലെ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് കോഴ വിവാദമെന്നും അബ്ദുൾ ഖാദർ. മദ്യക്കമ്പനിക്ക് ഒത്താശ ചെയ്യുന്നവരെ ജനം ആട്ടി ഓടിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനത്തിൽ നിന്ന് അടി കിട്ടിയിട്ടും സർക്കാരും മുഖ്യമന്ത്രിയും ഒന്നും പഠിച്ചിട്ടില്ലെന്നും PJ ജോസഫ്. ബ്രൂവറിക്കെതിരെ ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധ സമരം എലപ്പുള്ളിയിൽ. വാൽപ്പാറയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം. തോട്ടം തൊഴിലാളിയുടെ വീടിന്റെ ജനലും വാതിലും കാട്ടാന തകർത്തു. വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് കാട്ടാനയെ തുരത്തി. കുളപ്പള്ളി IPT മുതൽ പട്ടാമ്പി നിള ആശുപത്രി വരെയുള്ള പാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ജനുവരി 3 മുതൽ 5 വരെ നേരത്തെ പ്രഖ്യാപിച്ച ഗതാഗത നിയന്ത്രണം മാറ്റിവെച്ചതായി അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.